ഹലോ, ഇന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ തിരുവനന്തപുരത്തുള്ള ഒരു സ്ഥലത്തോട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്ന ദിവസമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. വേറെ ഒരിടത്തുമല്ല പോയത്, ഞങ്ങൾ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലാണ് പോയത്. അപ്പോൾ ഞങ്ങൾ കാറിലാണ് പോയത്, ഞങ്ങൾ 3 പേരും കൂടെയാണ് പോയത്. ഇതിനകത്ത് പാർക്കിംഗ് ഒന്നും ഇല്ല, ഞങ്ങളതുകൊണ്ട് പുറത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാർക്ക് ചെയ്ത് ഞങ്ങൾ അകത്തോട്ട് പോവുകയാണ്. ഇവിടെ ആദ്യം കയറുമ്പോൾ തന്നെ ഒരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ ഈ പ്ലാന്റ്സ് എല്ലാം ഇവർ സെയിലിന് വേണ്ടി വെച്ചേക്കുന്നതാണ്. ഇതിനകത്ത് കയറണമെങ്കിൽ എൻട്രി ഫീ ഉണ്ട്. അപ്പോൾ അതൊക്കെ പേ ചെയ്തിട്ട് ഞങ്ങൾ അകത്തോട്ട് കയറി. അകത്ത് കയറുമ്പോൾ നമ്മൾ നേരെ കാണുന്നത് ചിൽഡ്രൻസ് പാർക്കാണ്. പാർക്കിൽ 2 സെക്ഷൻസ് ആയിട്ടാണ് ഉള്ളത്. തീരെ ചെറിയ പിള്ളേർക്കുള്ളതും പിന്നെ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾക്കുള്ളതുമായിട്ടുള്ള 2 സെക്ഷനായിട്ടാണ് പാർക്കുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പ്ലേസാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. നമുക്ക് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഫുൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഇവിടെ കൊട്ടവഞ്ചി ഉണ്ട്. അപ്പം ഞങ്ങൾ അതിൽ കയറിയായിരുന്നു. ഇതിനെല്ലാം സെപ്പറേറ്റ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ മോനും ഫസ്റ്റ് ടൈം ആയിരുന്നു അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. അവന് നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷനാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പം ഞങ്ങൾ പോയത് ഉച്ച നേരത്താണ്. അപ്പോൾ ഈ സമയത്ത് കുറച്ച് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ അധികം ചൂടില്ലായിരുന്നു നട്ടുച്ച ആയിട്ടും. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഈ ഗ്ലാസ് ബ്രിഡ്ജാണ് ഇവിടെ ഈ സ്ഥലത്തെ ഫേമസ് ആക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള എന്നല്ല, ഏത് സ്ഥലത്തുള്ള ഒരാളായാലും ഒരു ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്യേണ്ട ഒരു സംഭവം ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ നമ്മൾ ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വർക്കിംഗ് ഡേ ആയത് കാരണം ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് കൂടാതെ തന്നെ വേറെയും ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. ഞങ്ങൾ എല്ലാത്തിലും ഞങ്ങൾക്ക് കയറാനൊന്നും പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് പറ്റുന്ന അതിലൊക്കെ ഞങ്ങൾ കയറി. പിന്നെ ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. പിന്നെ 12 ഒക്കെ ഉണ്ട് അതിനകത്ത്. ഇവിടെ പോകാനായിട്ട് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒന്നുകിൽ രാവിലെ നേരത്തെ പോവുക. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 9 മണിക്ക് ശേഷം പോവുക, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം പോവുക. അപ്പോൾ നമുക്ക് ഒരുവിധം കവർ ചെയ്യാൻ പറ്റും. ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കാറിൽ വെച്ചാണ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.